നമസ്കാരം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ വളരെയധികം ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും വളരെ ദുഃഖകരം ആയ ഒരു സംഭവമാണ് ഇടിമിന്നലേറ്റ് 3 കുട്ടികളാണ്, അതോ 4 കുട്ടികളാണെന്ന് തോന്നുന്നു മരണപ്പെട്ടത്. ദയവേത് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ സ്കൂൾ അടച്ച സമയമാണ്. നിങ്ങൾ കളിക്കാനോ അല്ലെങ്കിൽ മറ്റ് വിനോദ കാര്യങ്ങൾക്കോ ഉയർന്ന സ്ഥലങ്ങൾ, മലമുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. ഇപ്പോൾ വേനൽ മഴ സമയമാണ്. ഈ സമയവും വേനൽ മഴയോടൊപ്പം ഇടിമിന്നലും ഇപ്പോൾ ഉണ്ട്. ആ ഇടിമിന്നലേറ്റാണ് ആ കുഞ്ഞുങ്ങൾ 1-2 പേർക്ക് പരുക്കും പറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ഭയാനകമായ ഒരു സംഭവമായിപ്പോയി, വളരെ ദുഃഖകരം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ, വയൽ പ്രദേശങ്ങൾ, ഇപ്പോഴീ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയമാണല്ലോ, അവിടെയൊക്കെ പോയി കളിച്ചാൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പം ഇടിമിന്നൽ ഏൽക്കുന്നത് നമ്മളിലായിരിക്കും. അതേപോലെ ഉയർന്ന പ്രദേശങ്ങൾ, മലകൾ, അവിടെ ഒന്നും കയറി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികളെ ബോധവൽക്കരിക്കണം അവിടെ ഒന്നും പോകാതിരിക്കാൻ. കാരണം ഇപ്പോൾ ഏത് സമയവും മഴയും മിന്നലും അതിനോടൊപ്പം ഉണ്ടാകും. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. നമ്മൾ സേഫായിരിക്കണം, അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതാണ്. അല്ലാതെ ഒരു പ്രകൃതിയാണ് ഇത്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, പ്രതിഭാസമാണ് മിന്നലും ഇടിയും മഴയും ഇതെല്ലാം. അപ്പോൾ ആ പ്രകൃതിയിലെ മിന്നൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്രകൃതി ശക്തികളും നമ്മളെ രക്ഷിക്കാനായിട്ട് വരില്ല, അങ്ങനെ ഒന്നില്ല. അപ്പോൾ നമ്മൾ സേഫായിരിക്കണം. നമ്മുടെ ജീവിതമാണ്, ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മലമുകളിൽ അങ്ങനെ ഉള്ളിടത്ത് പോകരുത്. മാത്രമല്ല ഇപ്പം നല്ല ചൂട് കാലമാണല്ലോ, ചൂട് പഴയതിലും കേരളം കത്തുകയാണ് ചൂട് കൊണ്ട്. അപ്പം ജലാശയങ്ങളിലേക്ക് പോകാൻ നമുക്കൊരു ത്വരയുണ്ടാകും. അവിടെ ചെന്ന് നീന്തി കുളിക്കണം. അപ്പം നമുക്കൊരു സുഖം കിട്ടും. കാരണം തോട്ടിലും കനാലിൽ ഒക്കെ വെള്ളം ഉള്ള സമയമാണല്ലോ. അവിടെയും അപകടം പതിയിരിക്കുകയാണ്. ഒരാൾക്ക് നീന്തൽ അറിയാമെങ്കിലും നമ്മുടെ കൂടെ വരുന്നവർക്ക് നീന്തൽ അറിയണമെന്നില്ല. അയാൾ മുങ്ങുമ്പോൾ നമ്മൾ ചെന്ന് രക്ഷിക്കാൻ നോക്കും, പക്ഷേ അവിടെ നമ്മളെ കയറി പിടിക്കുകയാണ്. കാരണം അത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ഒരാൾ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ച് കയറണം എന്നുള്ള ഇതേ നോക്കൂ. അടപടലം പിടിച്ച് നമ്മളെ മുക്കിക്കളയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ജലാശയങ്ങളിലൊക്കെ പോകുന്നതും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങൾ, അവിടെയും പോകാതിരിക്കുക, മലകളിൽ പോകാതിരിക്കുക. നമ്മൾ കഴിവതും വീടുകളിൽ തന്നെ ഇരിക്കുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, ഏതു സമയവും അപകടങ്ങൾ പതിയിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മൾ എല്ലാവരും സേഫായിരിക്കുക. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, റിസൾട്ടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം സ്കൂളിലൊക്കെ ഉത്സാഹത്തോടെ പോകേണ്ട ആണ്. നമുക്കൊരു ജീവിതം ഉണ്ട്, നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിക്കുവാനും നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ സേഫായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളൂ.